ഏറ്റവും വലിയ ടെക്നോളജി തങ്ങളുടെ പക്കലാണെന്നുള്ള വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ. പിന്നൊരു വിഭാഗമുണ്ട് അമേരിക്ക. എന്നാൽ ഈ രണ്ട് വിഭാഗവും ഇറാനിലെ ഹാക്കേഴ്സ് ടീമായിട്ടുള്ള ഹല്ലലക്ക് ഒരു വിലയും ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹല്ലല സൈബർ ഗ്രൂപ്പ് താങ്ക്സ് സീനിയർ കമാൻഡേഴ്സ് ഓഫ് ദ സയനിസ്റ്റ് റെജിംസ് ആർമി ഫോർ ഷെയറിംഗ് സെൻസിറ്റീവ് ഇൻഫോ ഓൺ വാട്സപ്പിൽ ഇസ്രായേലിൻ്റെ ആർമിയായി ബന്ധപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് സഹകരിച്ചതിൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലെറ്ററിൽ രസകരമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ പണികൾ എളുപ്പമാകാൻ ഞങ്ങൾക്കും കൂടി സൗകര്യം ചെയ്ത് കിട്ടും എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു ട്രോള് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇവിടെ ഈ വാട്സപ്പ് പോലും ചോർത്തുന്നുണ്ട് എന്നുള്ളത് ഇത്രമേൽ ഹൈടെക് സെക്യൂരിറ്റി ഉള്ള ആ ഇസ്രായേലിൻ്റെ ആളുകൾക്ക് തിരിയുന്നില്ല എന്ന് പറയുമ്പം ഇറാൻ്റെ ടെക്നോളജി എവിടെ എത്തി എന്നുള്ളത് ഈ വാർത്ത കൊണ്ട് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള മേഖലകളിലാണ് ഇറാനികൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ആരുടെ ഈ വാർത്തയാണ് അല്ലെങ്കിൽ ആരുടെ വാട്സപ്പാണ് ഹാക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ തന്നെ ആയിട്ടുള്ള ആർമി ചീഫിൻ്റെതാണ്. സിയോണിസ്റ്റ് ആർമി ചീഫിൻ്റെ വാട്സപ്പാണ് ഈ ഹല്ലല എന്ന് പറയുന്ന ഇറാൻ വിഭാഗത്തിലെ ഹാക്കേഴ്സ് ടീം അവരുടേതായിട്ടുള്ള തന്ത്രത്തിലൂടെ ചോർത്തിയിട്ട് അവസാനം അവർക്ക് തന്നെ മെസ്സേജ് അയച്ചു കൊടുത്തു. ഹല്ലലയുടെ നല്ല രീതിക്കുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തത്. അവരുടെ ട്വിറ്റർ ഹാൻഡിൽ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്താണ്? എ ബിഗ് താങ്ക് യു അറ്റ് ദ സീനിയർ കമാൻഡേഴ്സ് ആൻഡ് ദ ഓഫീസേഴ്സ് ദ സയനിസ്റ്റ് ആർമി മേക്കിംഗ് അവർ ജോബ് സോ മച്ച് ഈസിയർ ബൈ സെറ്റിംഗ് അപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ടു ഷെയർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. നല്ല എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യൂ. ഞങ്ങളുടെ ജോലി വളരെ ഈസിയാക്കി തന്നതിന് അതിലേറെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയാൻ. ഇത് മാത്രം മതിയാവും. അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ആർമി ചീഫിൻ്റെ വാട്സപ്പ് പോലും ചോരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനോ അതിനെ തടയിടാനോ കഴിയുന്നില്ല. എല്ലാം ചോർത്തിയതിന് ശേഷം അവസാനമായി ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനം ചെയ്തു. നിങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതിനോടകം ആയിട്ടുണ്ട്. ഇനിയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളതൊക്കെയും ചോർത്തിയെടുത്തോളാം. ഇനി നിങ്ങളത് ചെയ്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര പേരുടേത് ചോർത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തിൻ്റെ നയതന്ത്രപരമായും സൈനികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും വാട്സപ്പിലൂടെ തന്നെ അത് നമ്മുടെ അവരുടെ സംഭാഷണം നടത്തുകയും ചെയ്യുമ്പം അയൽ രാജ്യം, അതും കത്തി നിൽക്കുന്ന യുദ്ധത്തിന് നാളെയോ ഇന്നോ ഇപ്പോൾ തുടങ്ങുമെന്ന് പറയുന്ന ഈ രീതിക്കുന്ന ഇറാൻ ചോർത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവർ അവസാന ഘട്ടത്തെ പണിയെടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ആരെയൊക്കെ ചോർത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഇൻഫർമേഷൻ പോയിട്ടുണ്ട്, അതൊക്കെ വെച്ച് അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയൊരു വിപ്ലവം അല്ലെങ്കിൽ ഇസ്രായേലിനൊരു രക്തച്ചൊരിച്ചിലിന് വേണ്ടി തയ്യാറാക്കാൻ കഴിയുള്ളൂ. കാരണം ഇവർ ചർച്ച ചെയ്ത മുഴുവൻ ചർച്ചയും ആരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു? ഇറാൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ അതിനെ നിരോധിച്ചില്ല, അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുമില്ല. കാരണം ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്, അവർ പെട്ടുകിടക്കുകയാണ്, പിന്നൊന്നും മിണ്ടൂല. അതാണ് അവരുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ. ഇനി അവർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ 4, 2, 3 ദിവസം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് അറിയിക്കുള്ളൂ. മറ്റുള്ള മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ അവരും പറയും, ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയാണ് സിയോണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സയനിസ്റ്റ് ചിന്താഗതി തന്നെ. അവരെപ്പോഴും ഒരു കൈ മുകളിൽ നിൽക്കണം എന്നാണ്. പക്ഷേ അവരുടെ ടെക്നോളജി കമ്പേ പരാജയമാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ വീണ്ടും ഹല്ലല വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇനി ഏതായാലും ഇവരുടെ എല്ലാ സ്ട്രാറ്റജിയും മാറ്റി പുതിയ സിം കണക്ഷൻ എടുത്ത് പുതിയ രീതിക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടുവരണം. എന്തോരം വലിയ പണിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബറിൻ്റെ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാ ഈ ഇറാൻ എന്നുള്ളത് ഏറെ
ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ഈ ചില ആളുകളൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ അട്ടിപ്പേർ അവകാശവും നേടിക്കൊണ്ടിരിക്കുക. എന്ത് തോന്നിയ ദിവസം നമ്മുടെ നാടിനോട് ചെയ്താലും അമേരിക്ക കഴിഞ്ഞിട്ട് ഉള്ളൂ എന്ന് പറയുന്നവരോട് പറയട്ടെ, ടെക്നോളജി എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല എന്ന് ഒരിക്കൽ കൂടി ഇറാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ കാര്യമായിട്ട് തന്നെ ഈ ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ എല്ലാ അർത്ഥത്തിലും വളരെ സംഭവബഹുലമാണെന്ന് പറഞ്ഞിട്ട് ആ മൊസാദിൻ്റെ അണ്ടർഗ്രൗണ്ട് വരെ മാന്തിയെടുക്കാൻ കഴിവുള്ള ഈ മിസൈൽ സംവിധാനത്തിന് ഇറാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ ടെക്നോളജി എത്രമാത്രം ഡെവലപ്ഡാണ്. അന്ന് വരെ പറഞ്ഞ ഇറാൻ എന്ന് പറയുന്നത് സ്വയം ദൈവം നേരിട്ട് അങ്ങ് കൈ കൊണ്ട് ഇങ്ങ് തടഞ്ഞങ്ങ് നിർത്തുന്നൊക്കെയാണ്. നമ്മളത് ഒരുപാട് ഹൈപ്പ് ചെയ്ത് പ്രൊപ്പഗണ്ടയുടെ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വിഭാഗമായതുകൊണ്ട് ഇറാനും ഇസ്രായേലും നേർക്കുനേരെ വന്നപ്പം കുറേ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആശങ്കപ്പെട്ട വിഷമിച്ച ഒരു വിഭാഗത്തിന് വലിയ രൂപത്തിൽ ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു രീതിയായിരുന്നു ആ ഒരു മിസൈൽ വർഷവും കണ്ടുകൊണ്ടിരുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമ്മാവൻ്റെ മുമ്പിൽ പോയിട്ട് കൈയും കാലും ഇട്ടിട്ടടിച്ചിട്ട് ആ അവസാനം സീസ് ഫയർ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ മാത്രമാണ് നെതന്യാഹുവിനൊരു സമാധാനം കിട്ടിയത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത്. ജൂതന്മാരുടെ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ടെക്നോളജിയിൽ കഴിവ് തെളിയിക്കാൻ കഴിയും, ഒന്ന് പരിശ്രമിക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുച്ചോടും മുടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കുന്നത്. 2024 ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി 4:51 PM വിട്ട റിപ്പോർട്ടാണ് ഞാൻ ഈ വായിച്ചത്. അതുപോലെ കാര്യമായി നമ്മൾ പരിഗണിക്കുന്നത് ഈ വിദേശ ചാനലുകളെയാണ്, അതുപോലെ പോർട്ടലുകളെയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെറുതെ അടിച്ചെടുക്കുന്ന വാർത്തകളല്ല, ഊഹാപോഹങ്ങളല്ല. പിന്നെ അനലൈസാണ് ചെയ്യുന്നത്. ഊഹാപോഹങ്ങളല്ലല്ലോ, നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റു വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളെ സംഗ്രഹിച്ച് നമ്മൾ നമ്മുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ആര് എന്ത് ആയി എന്ന് ചോദിച്ചാൽ ഇസ്രായേലി അവസ്ഥയായി പോയിട്ടുണ്ട് എന്ന് മൊത്തം ഈ രണ്ട് ലൈനിൽ ഇത് ഒതുക്കി പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാ സംഭവം ഇനി മാറ്റി റീബൈൻഡ് ചെയ്യണം. കാരണം എന്തൊക്കെ ചോർത്തി എന്നുള്ള കണ്ടുപിടിക്കാൻ തന്നെ ദിവസങ്ങളെടുക്കും. ഇനി അതിനും നല്ലത് എല്ലാം റീബൈൻഡ് ചെയ്യുക, അറേഞ്ച്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തുക എന്നതായിരിക്കും മൊസാദിനും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായിരിക്കും അവർ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് കൂടുതൽ ഇനിയും വെളിപ്പെടുത്തലുകൾ ഹൻലലയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരുതാം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ഇവർ ചെയ്തു വെച്ച ഓരോ പ്രവർത്തനവും ഇറാൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇറാൻ എന്നുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അമേരിക്കയുടെ സഹായത്തോടുകൂടെ ഇസ്രായേൽ സൈന്യം എങ്ങനെയാണ് നീക്കുപോക്കുകൾ നടത്തുന്നതെന്നൊക്കെ ഇറാനിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ, അതും തൻ്റെ ഇടത്തോടെ നിങ്ങളെ ചോർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിവുണ്ടെങ്കിൽ, പിന്നെ അവരുടെ കയ്യിൽ കിട്ടാത്ത ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ഒരുവിധം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ എല്ലാം അൺകണ്ടീഷണലാണ്. ഒരു രീതിക്കും ഇസ്രായേലിന് വെച്ച് പുലർത്തി പോകാൻ പറ്റാത്ത സ്ഥിതി, ഒരു രീതിക്കും അവരെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഇസ്രായേലിന് വന്നു പോയിട്ടുണ്ട്. ഇറാനികളെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ജൂതന്മാർ എന്നുള്ളതിൻ്റെ തക്കതായ കൃത്യമായൊരു തെളിവ് കൂടി ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോ മണിക്കൂറല്ല 2 മണിക്കൂർ ഇടപെട്ട് നമ്മളുടെ അപ്ഡേഷൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അതേപോലെ ലൈക്ക് ചെയ്താൽ ഉപകാരപ്പെടും. കാരണം മറ്റുള്ള നെഗറ്റീവ്നെസ് ഒരുപാട് കുറയും. അതുപോലെ ചാനലിന് ഉപകാരപ്പെടുന്നു മനസ്സിലാക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരതും കൂടി ചെയ്തു വെക്കുക. അപ്പോൾ പുതിയ വിശേഷമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.